ഹായ് ഫ്രണ്ട്സ്, നിങ്ങളുടെ മുമ്പിൽ കാണുന്ന രണ്ട് ടെലഗ്രാം അക്കൗണ്ടുകളും രണ്ടും ഇക്വിറ്റി അബിസ് എന്ന പേരിലുള്ളതാണ്. രണ്ടും നമ്മുടെ സെയിം എംപ്ലോയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. രണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ആണ്, രണ്ടും ഫേക്ക് ആണ് എന്ന കാര്യം നിങ്ങളോട് എടുത്തു പറയും. അവത്തിൽ ഒരു അക്കൗണ്ടിൽ സ്മാർട്ട് ആയിട്ട് നമ്മുടെ യൂട്യൂബ് ലിങ്ക് ആണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങളെ കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് യൂട്യൂബിൽ എടുത്ത് കാണിച്ചിരിക്കുന്നത്. ഞാൻ എടുത്ത് പറഞ്ഞു, ഇക്വിറ്റി അബിസ് എന്ന പേരിൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള ടെലഗ്രാം അക്കൗണ്ടും ഇല്ല എന്നുള്ള കാര്യം എടുത്തു പറയുന്നു. നിങ്ങൾ വഞ്ചിതരാകാൻ പാടില്ല, നിങ്ങൾ ചതിക്കപ്പെടാൻ പാടില്ല എന്നുള്ള കാര്യം എടുത്തു പറയും. ഫ്രണ്ട്, ഷോർട്സ് ഇൻ ട്രേഡിന്റെ നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുവാണ്. ബേസിക്കലി എല്ലാ ബാച്ചിലും നമ്മൾ പഠിപ്പിക്കുന്നത് മൾട്ടി ബാഗർ ലെവലുള്ള ഫണ്ട അനാലിസിസ് ആണ്. അതുപോലെ തന്നെ പ്രൈസ് ആക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ടെക്നിക്കൽ അനാലിസിസ് ആണ്, ബിഹേവിയർ പാറ്റേൺ ആണ്. ഈ പുതിയ ബാച്ച് മൂലം നമ്മൾ 2 to 5 days ട്രേഡ്, വൺ ഓഫ് ദി ബെസ്റ്റ് ട്രേഡിംഗ് സിസ്റ്റം ആണ് 2 to 5 days ട്രേഡ്. അതും കൂടെ നമ്മൾ പുതിയ ബാച്ചിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പുതിയ ബാച്ച് മൂലമാണ് 2 to 5 days ട്രേഡും കൂടെ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യുന്നത്. ധാരാളം പഠിക്കാനുണ്ട്. അതിൻ്റെ അകത്ത് ബേസിക്കലി ലീനിയർ പുൾ ബാക്ക് പഠിക്കാനുണ്ട്, ആൻറ്റിസിപ്പേഷൻ ബ്രേക്കൗട്ട് പഠിക്കാനുണ്ട്, ത്രഷോൾഡ് ബ്രേക്കൗട്ട് എങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്ത് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ കർവ്ഡ് ട്രെൻഡ് ലൈൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ള ആ ഒരു 2 to 5 days പ്രോ ട്രേഡ് എന്ന് പറയും. ബേസിക്കലി അതിനകത്ത് പഠിക്കാനുണ്ട്. 3.77 എന്ന് പറയുന്ന ആ ഒരു മാജിക്കൽ ഫിഗറിൻ്റെ പ്രത്യേകത എന്താണ്, ധാരാളം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതുകൂടെ പുതിയ ബാച്ച് പോലെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് പുതിയ ബാച്ചിൽ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമല്ല, പുതിയ ബാച്ചിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ഫീസൊന്നും കൂട്ടിയിട്ടില്ല. സെയിം ഫീസിൽ തന്നെയാണ് പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, വിത്ത് അഡീഷണൽ 2 to 5 days പ്രോ ട്രേഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൂടെ ആഡ് ചെയ്തിട്ട്. നമ്മുടെ കംപ്ലീറ്റ് ടീച്ചിങ്സ് പ്രൈസ് ആക്ഷൻ ബേസ്ഡ് ആണ്, ഇൻഡിക്കേറ്റ് ബേസ്ഡ് അല്ല എന്നുള്ള കാര്യം എടുത്ത് പറയുന്നു. സോ താങ്കൾക്ക് ഇതിൻ്റെ അത് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ prosif23@gmail.com മെയിൽ അയച്ചാൽ ഞാൻ ഡീറ്റെയിൽ അയച്ചു തരുന്നതായി. ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ആഴ്ച നമുക്ക് വീഡിയോ ഇല്ലായിരുന്നു, കാരണം ഞാൻ ഇന്ത്യക്ക് വെളിയിലായിരുന്നു. സോ അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ ഇടാനായിട്ടുള്ള സമയം സാഹചര്യം എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഈ ആഴ്ചത്തെ വീഡിയോ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഒരു കൺസെപ്റ്റിൽ കൂടെ കിടക്കാമെന്ന് വിചാരിച്ചു. എടുത്തു പറയുന്നു, ഈ വീഡിയോ നിങ്ങൾ കാണുവാണെങ്കിൽ, ഈ വീഡിയോ നിങ്ങൾ പറയുന്ന പോലെ ചെയ്യുവാണെങ്കിൽ, നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ ഇതൊരു ടോട്ടൽ ചേഞ്ച് വരുത്തുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. വളരെ ക്രിട്ടിക്കലായിട്ടൊരു വീഡിയോ ആണ് ഈ വീഡിയോ. ഇത് കണ്ടാൽ മാത്രം പോരാ, ഈ വീഡിയോ നിങ്ങൾ പറയുന്നതനുസരിച്ച് നിങ്ങൾ ചെയ്യും കൂടെ ചെയ്യണം, എങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. നമ്മൾ കണ്ടു മാറുന്നതിലല്ല കാര്യം, കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനാണ് നമ്മുടെ ഏറ്റവും വലിയ സക്സസ് ഉള്ളത്. ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഒരു ഓൺലൈൻ മീറ്റ് നടത്തി നമുക്ക് വീണ്ടും ഡിസ്കസ് ചെയ്യാം. എന്ത് ലെവലിൽ, എന്ത് ഡെപ്തിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. തീർച്ചയായും നമുക്ക് അടുത്ത ഞായറാഴ്ച, ദാറ്റ് മീൻസ് 10th November രാത്രി 9 മണിക്ക്, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, നമുക്ക് തീർച്ചയായും ഓൺലൈനിൽ മീറ്റ് ചെയ്യാം. താങ്കൾക്ക് ആ ഓൺലൈൻ സെഷനിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ prosif23@gmail.com മെയിൽ ചെയ്താൽ ഞാൻ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. ഇനി വീഡിയോയിലെ കണ്ടന്റിലേക്ക് കിടക്കാം. ഞാൻ ഹെഡിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ, താങ്കൾ സ്ഥിരം നഷ്ടമുണ്ടാക്കുന്ന വ്യക്തിയാണോ? ഒന്നാമത്തെ ചോദ്യം. ആണെങ്കിൽ താങ്കളുടെ സ്റ്റോക്ക് സെലക്ഷനിൽ ഇവിടെ വൻ പാളിച്ചയുണ്ട്. അതാണ് രണ്ടാമത്തെ കാര്യം. അപ്പോൾ ഈ പാളിച്ച എങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരൊറ്റ പോയിന്റിലാണ് നമ്മുടെ ഹോൾ വീഡിയോ ഫോക്കസ്ഡ്. കഴിഞ്ഞ മാസം ഒക്ടോബർ മാസം 16-ാം തീയതി, ദാറ്റ് മീൻസ് ഹാർഡ്ലി 2 weeks ബാക്ക്, എൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഇക്വിറ്റി എഫ്എക്സിലെ Q2 റിസൾട്ടിൽ ഈ 2 സ്റ്റോക്കുകൾ ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആദ്യത്തെ കമ്പനിയുടെ സ്റ്റോക്ക് റിസൾട്ട് വന്നിട്ടില്ല. റിസൾട്ട് എന്താവുന്നതിനെ കുറിച്ച് നമുക്കറിയില്ല. രണ്ടാമത്തെ കമ്പനിയുടെ സ്റ്റോക്ക് റിസൾട്ട് വന്നു. ഞാൻ പറയുന്ന വീഡിയോ കൊടുത്ത ദിവസം 2735 നിന്നും ഈ സ്റ്റോക്ക് വിത്തിൻ അവർ പീരീഡ് 2 ആഴ്ച കൊണ്ട് 3599 രൂപ ഹിറ്റ് ചെയ്തു. ദാറ്റ് മീൻസ് സംതിങ് അറൗണ്ട് 37% ഹിറ്റ് ചെയ്തു. ഇത്രയും മോശം മാർക്കറ്റിൽ എന്തുകൊണ്ടാണ് ഈ 2 സ്റ്റോക്കുകളെ കുറിച്ച് പറയാനുള്ള കാരണം? ഇത്രയും 13,000 സ്റ്റോക്ക് നെഫ്റ്റിയിലുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ ഈ 2 സ്റ്റോക്കുകൾ മാത്രം സെലക്ട് ചെയ്യുന്നതിലൂടെ പറയാൻ കാരണം? സോ ആ ഒരു പോയിന്റിലാണ് ഞാൻ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്കും തീർച്ചയായും അത് ചെയ്യാൻ സാധിക്കും, ഒരു സംശയം വേണ്ട. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്റ്റോക്ക് സെലക്ഷൻ 2 രീതി സ്റ്റോക്ക് സെലക്ഷൻ നടക്കും. ഒന്ന് മൊമെന്റം ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്ക് ട്രേഡിംഗ് ഉണ്ട്, 2 സ്ട്രോങ് ഫണ്ട ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്ക് ട്രേഡിംഗും ഉണ്ട്. നിങ്ങൾ ഏതിലാണ് ഫോക്കസ്ഡ്? ഞാൻ പറയുന്നത് ബേസിക്കലി സ്വിംഗ് ട്രേഡും ഷോർട്ട് സ്വിംഗ് ട്രേഡ് എന്നുള്ള കൺസെപ്റ്റിലാണ് പറയുന്നത്.
ഒന്നാമത്തെ ട്രേഡ് എന്ന് വെച്ചാൽ നമ്മൾ മൊമെന്റം സ്റ്റോക്സ് ട്രേഡ് ചെയ്യുന്നു. രണ്ടാമത്തെ ട്രേഡ് എന്ന് വെച്ചാൽ നമ്മൾ ഫണ്ടുള്ള സ്റ്റോക്കിൽ മൊമെന്റം വരുമ്പോൾ ട്രേഡ് ചെയ്യുന്നു. സോ മൊമെന്റം സ്റ്റോക്സിൽ പല പല എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കൊണ്ട് മൊമെന്റം വരാം. ബേസിക്കലി അതിന് ഫണ്ട് വേണമെന്നൊന്നുമില്ല. പക്ഷേ ഈ എക്സ്റ്റേണൽ ഫാക്ടർ വീക്ക് ആകുമ്പോൾ കയറിപ്പോയ മൊമെന്റം വീക്ക് ആകും, സ്റ്റോക്ക് താഴെപ്പോലുള്ള സാധ്യത എപ്പോഴും കൂടുതലാണ്. അപ്പോഴാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ പെട്ടുപോകുന്നത്. അതേസമയം ഫണ്ടാ സ്ട്രോങ് ആയിട്ട് സ്റ്റോക്കുകളിലെ എക്സെപ്ഷണൽ ആയിട്ട് റിസൾട്ടിൽ കയറി പോകുന്ന സ്റ്റോക്കുകളിലെ മൊമെന്റം വന്നാൽ മൊമെന്റം സസ്റ്റെയിൻ ചെയ്യാനുള്ള സാധ്യത എപ്പോഴും മാർക്കറ്റിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അപ്പോൾ താങ്കൾ ഏതാണ് പ്രിഫർ ചെയ്യുന്നത്? മൊമെന്റം സ്റ്റോക്ക് ട്രേഡിംഗ് ആണ് പ്രിഫർ ചെയ്യുന്നത്, ഷോർട്ട് സ്വിംഗ് ട്രേഡ് ആയിട്ട്, അല്ല സ്വിംഗ് ട്രേഡ് ആയിട്ട്, അല്ല താങ്കൾ ഫണ്ടാ സ്ട്രോങ് ആയിട്ട് സ്റ്റോക്കുകളിലെ മൊമെന്റം ആണ് ട്രേഡ് ചെയ്യുന്നത്? ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. മൊമെന്റം ബേസ്ഡ് ആണ് സ്റ്റോക്ക് ട്രേഡിംഗ് ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായും 2 to 5 days ട്രേഡിംഗ് നിങ്ങൾ പഠിച്ചിരിക്കണം. കാരണം മൊമെന്റം കയറുന്ന സമയത്ത് കയറിയും മൊമെന്റം മിസ്സായതിനു മുമ്പ് നിങ്ങൾ സ്റ്റോക്കിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യണം. കാരണം മൊമെന്റം എന്ന് പറയുന്നത് ചിലപ്പോൾ ന്യൂസിന്റെ ബേസ്ഡ് ആകാം, വേറെ എന്തെങ്കിലും എക്സ്റ്റേണൽ ഫാക്ടറിന്റെ ബേസിലായിരിക്കും മൊമെന്റം വരുന്നത്. ഈ മൊമെന്റം വരുന്നത് ഫണ്ട് ഉള്ള സ്റ്റോക്കിലും വരും, ഫണ്ട് ഇല്ലാത്ത സ്റ്റോക്കിലും വരും. ഫണ്ട് ഉള്ള സ്റ്റോക്കിൽ വരുന്ന മൊമെന്റങ്ങൾ, ദാറ്റ് മീൻസ് എക്സലന്റ് റിസൾട്ടിലെ എക്സലന്റ് വാല്യൂവേഷനിൽ വരുന്ന മൊമെന്റം ആണെങ്കിൽ സസ്റ്റെയിൻ ചെയ്യാനുള്ള സാധ്യത എപ്പോഴും കൂടുതലാണ്. ഞാൻ പറയുന്നത് രണ്ടാമത്തെ ഫാക്ടറിനെ കുറിച്ചാണ്. ഫണ്ടാ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്കിന്റെ ട്രേഡിംഗ്, സ്റ്റോക്ക് സെലക്ഷനും അതിന്റെ ട്രേഡിങ്ങിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ബേസിക്കലി ഫണ്ടാ അനാലിസിസ് പഠിച്ചില്ലെങ്കിൽ മാർക്കറ്റ് നിൽക്കാൻ സാധിക്കത്തില്ല. വളരെ വളരെ ടഫാണ് മാർക്കറ്റ് നിൽക്കാനായിട്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞ സ്വിംഗ് ട്രേഡും ഷോർട്ട് സ്വിംഗ് ട്രേഡ് എന്നുള്ള കൺസെപ്റ്റിലാണ് കംപ്ലീറ്റ് മുഴുവൻ സംസാരിക്കുന്നത്. പക്ഷെ ഫണ്ടാ പഠിക്കേണ്ടത് ബിസിനസ് ഫണ്ടാ അനാലിസിസ് ആണ് പഠിക്കേണ്ടത്. സാധാരണ ഫണ്ടാ അനാലിസിസ് നിന്നും ഒരു ബിസിനസ് ഫണ്ടാ അനാലിസിസ് കുറെ കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഗതി. അതുകൊണ്ട് ബിസിനസ് ഫണ്ടാ അനാലിസിസ് ശ്രദ്ധിക്കേണ്ട ഏതാനും പോയിന്റിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാനിവിടെ ഷീറ്റ്, ഞാൻ പേഴ്സണലായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഷീറ്റ് ഉണ്ട്. ആ ഷീറ്റ് നിങ്ങളെ കാണിക്കാം. ആ ഷീറ്റിൽ ഞാൻ സ്റ്റോക്സുകൾ മാറ്റിയിട്ടാണ് ഷീറ്റ് കാണിക്കുന്നത്. കാര്യം സ്റ്റോക്സുകൾ കാണിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വെച്ചാണ് സ്റ്റോക്സിനെ മാറ്റി ഷീറ്റ് കാണിക്കുന്നത്. നിങ്ങൾ ഒരു റിസൾട്ട് വന്നാൽ അതും റിസൾട്ടിനെ അനാലിസിസ് പഠിക്കുക. ആ റിസൾട്ട് YOY കഴിഞ്ഞ കൊല്ലം ഇതേ സമയത്ത് കൊടുത്ത റിസൾട്ടുമായിട്ട് നോക്കാൻ നേരത്ത് റവന്യൂവിൽ ഗ്രോത്ത് ഉണ്ടെന്ന് പഠിക്കുക, OPM എക്സ്പാൻഷൻ ഉണ്ടെന്ന് പഠിക്കുക. അതുപോലെ തന്നെ ക്വാർട്ടർ കഴിഞ്ഞ ക്വാർട്ടറായിട്ട് നോക്കുമ്പോൾ റവന്യൂ ഗ്രോത്ത് ഉണ്ടെന്ന് പഠിക്കുക, OPM എക്സ്പാൻഷൻ ഉണ്ടെന്ന് പഠിക്കുക. ഈ പല കേസിലും ക്വാർട്ടർ കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. കാര്യം പല സ്റ്റോക്കുകളും സൈക്കിളിലാകുമ്പം വലിയൊരു സൈക്കിളിൽ നടക്കുന്ന ഒരു ക്വാർട്ടർ കഴിഞ്ഞിട്ടായിരിക്കാം ഒരു വീക്ക് സൈക്കിൾ വരുന്നത്. ബേസിക്കലി നമുക്ക് നോക്കേണ്ട ഒരു കാര്യം വാല്യുവേഷനാണ്. ബേസിക്കലി നമ്മൾ വാല്യുവേഷൻ നോക്കുന്നത് PE ബേസ്ഡ് ആയിട്ടുള്ള വാല്യുവേഷൻ ആണ്. അതാണ് സിമ്പിൾ ആയിട്ട് നോക്കാനായിട്ട്. ഈ വാല്യുവേഷൻ വേഴ്സസ് ഇൻഡസ്ട്രി വാല്യുവേഷൻ നോക്കാൻ നേരത്തെ വാല്യുവേഷൻ കൂടുതലാണോ കുറവാണോ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻഡസ്ട്രി വാല്യുവേഷൻ 30 ആണ്, കമ്പനിയുടെ വാല്യുവേഷൻ 35 ആണെങ്കിൽ ഇറ്റ്സ് മാനേജബിൾ ആണ്. അതേസമയം ഇൻഡസ്ട്രി വാല്യുവേഷൻ 30 ആണ്, കമ്പനിയുടെ വാല്യുവേഷൻ ഓൾറെഡി 110 ആണ്, 120 ആണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വല്ലാതെ സ്ട്രെച്ചഡ് ആയിപ്പോയി. ഈ സ്ട്രെച്ചഡ് വാല്യുവേഷനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ എക്സെപ്ഷണൽ റിസൾട്ട് ആണെങ്കിൽ മാത്രമേ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ റിസൾട്ട് നല്ല റിസൾട്ട് വന്നാൽ 1-2 ദിവസം കയറിയ ശേഷം ഒരു ഹ്യൂജ് കറക്ഷൻ പോലുള്ള സാധ്യതകൾ എപ്പോഴും ഉണ്ട്. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അടുത്ത പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു പോയിന്റ് വെച്ചാൽ എബിറ്റ ആണ്. ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ഡിപ്രീസിയേഷൻ എന്നുള്ള എബിറ്റ് അല്ലെങ്കിൽ എബിറ്റ അമോർട്ടൈസേഷൻ കൂടി ചേർത്ത് എബിറ്റ എന്ന് എടുക്കാൻ സാധിക്കും. എബിറ്റയിൽ എന്തുമാത്രം ഗ്രോത്ത് ഉണ്ടായെന്നുള്ളതാണ് അടുത്ത നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. എബിറ്റ കഴിഞ്ഞ ശേഷം നിങ്ങൾ P&L പോയിട്ട് ആനുവൽ ലെവലിൽ പോയതിനു ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നെറ്റ് പ്രോഫിറ്റ് ആനുവലി ബെസ്റ്റ് ആണെന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ട കാര്യം. ആനുവലി നെറ്റ് പ്രോഫിറ്റ് സൂപ്പർബാണ്. ഇതാണ് ഏറ്റവും വലിയ കാര്യം. ഇതിനോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം EPS ഗ്രോത്ത് ഉണ്ടോ, ക്വാർട്ടർലി EPS ഗ്രോത്ത് ഉണ്ടോ, ആനുവൽ ട്രെയിലിംഗ് 12 months ആണ് ഞാൻ പറയുന്നത്. ആനുവൽ എന്ന് പറയുന്നത് ട്രെയിലിംഗ് TTM ആണ്, ട്രെയിലിംഗ് 12 months ആണ്. അതിനകത്ത് ഗ്രോത്ത് ഉണ്ടോ എന്നുള്ളതാണ് അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യം. അതിനുശേഷം നമ്മൾ ബാലൻസ് ഷീറ്റിൽ വന്നാൽ ഇക്വിറ്റി ഡൈല്യൂഷൻ വന്നിട്ടുണ്ടോ, ഡൈല്യൂഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഏത് ബേസിലാണ് ഡൈല്യൂഷൻ വന്നിട്ടുള്ളതാണ് അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യം. റിസർവ് കൂടിയോ ബൊറോയിൻസ് കുറഞ്ഞു അടുത്ത കാര്യം. വലിയ കടവുള്ള കമ്പനികൾക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിന്റെ 20%, 30%, 40% ഒക്കെ ഇൻട്രസ്റ്റിന് പോകും. അപ്പോൾ എൻ്റെ കമ്പനിക്ക് വീട്ടിൽ കൊണ്ടുപോകാനായിട്ടൊന്നും കാണത്തില്ല. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാൻ വളരെ ക്രിട്ടിക്കൽ പോയിന്റിലേക്ക് എത്തിയിട്ടില്ല, അതാണ് നിങ്ങളോട് പറയാൻ പോകുന്ന അതിൻ്റെ തുടക്കമാണിത്. ഇതിനുശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബേസിക്കലി പബ്ലിക്കിൽ എന്ത് ഹോൾഡിംഗ് ഉള്ളത്, ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപ് എന്ന് വെച്ചാൽ മാർക്കറ്റിൽ ഡിമാൻഡ് വരുമ്പോൾ സ്റ്റോക്കിൻ്റെ എണ്ണം കുറയുവാണോ ചെയ്യുന്നത് കൂടുവാണോ ചെയ്യുന്നത്. നമ്മൾ ചില കമ്പനി എടുത്താൽ പബ്ലിക് ഡേയിൽ ഹാർഡ്ലി 5%, 2%, ലെസ് ദാൻ 10% ഒക്കെ കാണത്തുള്ളൂ. ഇങ്ങനത്തെ കമ്പനികളിൽ ഡിമാൻഡ് വരുമ്പം എപ്പോഴും സപ്ലൈ കുറവായിരിക്കും. ഇങ്ങനത്തെ കമ്പനികളുടെ സ്റ്റോക്ക് ആ പ്രൈസ് ഹ്യൂജ് ആയിട്ട് എസ്കലേറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ എപ്പോഴും ഉണ്ട്. ഇതിൻ്റെ പറയുന്ന പേരാണ് ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപ് എന്ന്. ബേസിക്കലി നമ്മൾ പറയുന്ന ഒരു പദമാണത് ശരിക്കും. ഇത്രയും കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഇൻവെസ്റ്റർ പ്രസന്റേഷനിൽ പോയാൽ ക്രിട്ടിക്കലായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇൻവെസ്റ്റർ പ്രസന്റേഷൻ നമ്മൾ നോക്കുന്നൊരു കാര്യം 2 ടൈപ്പ് സംഗതികളുണ്ട്. ഇൻവെസ്റ്റർ പ്രസന്റേഷൻ നിങ്ങൾ തീർച്ചയായും വായിക്കണം, അതിൻ്റെ ചില ക്രിട്ടിക്കൽ പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കണം. രണ്ടാമത്തെ കാര്യം മാനേജ്മെന്റ് കോൺകോൾ ആണ്. ഇതാണ് ഏറ്റവും അബ്സൊല്യൂട്ട് കാര്യം. കോൺകോൾ ആണ്. കോൺകോൾ കേൾക്കാൻ പഠിക്കണം, കോൺകോളിലെ പോയിന്റ്സ് നോട്ട് ചെയ്യാൻ പഠിക്കണം. ഇത് രണ്ടും എക്സെപ്ഷണൽ ആണ്. കാരണം കോൺകോളിൽ
മാനേജ്മെൻറ്റ് ഗൈഡൻസ് എന്താണ്, ഇതാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം മാനേജ്മെൻറ്റ് ക്വാളിറ്റി നോക്കും. കാരണം മാനേജ്മെൻറ്റ് കഴിഞ്ഞ കോൺകോൾസിൽ പറഞ്ഞ കാര്യങ്ങൾ ആ ടൈം ബൗണ്ടായിട്ട് ചെയ്തു എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് ക്വാളിറ്റിയെ കാണിക്കുന്ന കാര്യം. എവിടെയെങ്കിലും പാളിച്ച് വന്നാൽ ആ പാളിച്ചയ്ക്ക് മാനേജ്മെൻറ്റിന് ജസ്റ്റിഫിക്കേഷൻ ഉണ്ടോ എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അതിനുശേഷം മാനേജ്മെൻറ്റ് ഗൈഡൻസ് ആണ് ക്രിട്ടിക്കൽ ഫാക്ടർ ശരിക്കും. കാരണം മാനേജ്മെൻറ്റ് ഗൈഡൻസ് സൂപ്പർവാണെങ്കിൽ എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, സ്ലൈറ്റ് ഈ ഇൻഡസ്ട്രിയേക്കാൾ വാല്യുവേഷനേക്കാൾ ഒരല്പം കൂടിയിരിക്കുന്ന സ്റ്റോക്കുകളിലൊക്കെ ഹ്യൂജ് ബൈ വരാനുള്ള സാധ്യതകൾ എപ്പോഴും ഉണ്ട്. മാനേജ്മെൻറ്റ് ഗൈഡൻസ് സൂപ്പർവാണെങ്കിൽ അത്യാവശ്യമായിട്ട് വേണ്ട കാരണം വിസിബിലിറ്റി. ദാറ്റ് മീൻസ് കമ്പനിയുടെ കയ്യിൽ എത്ര ഓർഡർ ഉണ്ട്, കയ്യിൽ എത്ര ഓർഡർ നെഗോസിയേഷനിലുണ്ട്, ഈ ഓർഡർ എത്ര നാൾക്കം എക്സിക്യൂട്ട് ചെയ്യേണ്ട ഓർഡറാണ്, ഇത് മൂന്നും കാണിക്കുന്ന സംഗതിയാണ് വിസിബിലിറ്റി എന്ന് പറയും. മാനേജ്മെൻറ്റ് ഗൈഡൻസ് എപ്പോഴും സൂപ്പർവാകുന്നത് വിസിബിലിറ്റി എക്സെപ്ഷണൽ ആയിട്ടുള്ള സ്റ്റോക്കിലാണ്. സോ വിസിബിലിറ്റി നമ്മൾ മനസ്സിലാക്കുന്നത് ബേസിക്കലി കമ്പനിയുടെ ഇൻവെസ്റ്റർ പ്രസന്റേഷനിൽ നോർമൽ കേസിൽ കമ്പനികൾ ഓർഡറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ഷെയർ ചെയ്യാറുണ്ട്. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ മാനേജ്മെൻറ്റ് കമ്മിറ്റിയും കൂടെ ക്ലബ് ചെയ്യുവാണെങ്കിൽ ദാറ്റ് മീൻസ് മാനേജ്മെൻറ്റ് കമ്മിറ്റി മാനേജ്മെൻറ്റ് നെക്സ്റ്റ് 6 months നെക്സ്റ്റ് 1 year വിസിബിലിറ്റി മാനേജ്മെൻറ്റ് കമ്മിറ്റി കുറേ കൂടെ മാനേജ്മെൻറ്റ് പറഞ്ഞതിനേക്കാളും കൂടുതലായിട്ട് മാനേജ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യുന്നെങ്കിൽ അങ്ങനത്തെ സ്റ്റോക്കുകളിൽ ഹ്യൂജായിട്ട് ബൈ വരാനുള്ള സാധ്യതകൾ എപ്പോഴും ഉണ്ടെന്നുള്ള കാര്യം ഞാൻ എടുത്തു പറയുന്നത്. പ്രൊവൈഡഡ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വാല്യുവേഷൻ വിത്തിൻ ലിമിറ്റിലായിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ ഇൻഡസ്ട്രി വാല്യൂഷൻ 30 ആണെങ്കിൽ സ്റ്റോക്കിന്റെ വാല്യൂഷൻ 200 ആണെങ്കിൽ ആ 200 സാധൂകരിക്കുന്ന വിസിബിലിറ്റി ഇല്ലെങ്കിൽ നാച്ചുറലി സ്റ്റോക്കിൽ ഒന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് സ്റ്റോക്ക് താഴെ പോകും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. സ്റ്റോക്കിന്റെ വാല്യുവേഷനെ സപ്പോർട്ട് ചെയ്യുന്ന സാധൂകരിക്കുന്ന മാനേജ്മെന്റ് കമന്ററി ഇല്ലെങ്കിൽ, വിസിബിലിറ്റി ഇല്ലെങ്കിൽ ആ സ്റ്റോക്ക് തീർച്ചയായും കൺസോളിഡേഷൻ പോലുള്ള സാധ്യതയും സ്റ്റോക്കിൽ പ്രൈസ് കറക്ഷൻ വാല്യുവേഷൻ കറക്ഷൻ വരാനുള്ള സാധ്യതകളും എപ്പോഴും മാർക്കറ്റിലുണ്ടെന്ന കാര്യം എടുത്തു പറയുന്നു. അതുകൊണ്ടാണ് കറക്റ്റായിട്ട് സ്ലൈറ്റ് വാല്യൂഷനൊക്കെ കൂടിക്കിടക്കും. എപ്പോഴും എന്താ പറയുക, ഹ്യൂജായിട്ട് ഗ്രോ ചെയ്യുന്ന കമ്പനിയിൽ വാല്യൂഷൻ സ്ലൈറ്റ് കൂടിക്കിടക്കും. പക്ഷെ അതിനൊരു പരിധിയുണ്ട്. പരിധിക്കുള്ളിൽ നിൽക്കുന്ന വാല്യുവേഷൻ ആണെങ്കിൽ അതിനെ സാധൂകരിക്കുന്ന മാനേജ്മെന്റ് കമന്ററി ആണെങ്കിൽ ഈ കമന്ററി ഈസ് ബേസ്ഡ് ഓൺ ദി എക്സലന്റ് വിസിബിലിറ്റി. കറക്റ്റായിട്ട് കമ്പനിയിൽ ഓർഡർ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായും ഇങ്ങനത്തെ കമ്പനികൾ നിങ്ങൾ ഫോക്കസ് ചെയ്യട്ടെ. ഇങ്ങനത്തെ കമ്പനികൾ ടെക്നിക്കലി വീക്ക് ആവുന്ന സമയം എപ്പോഴും കമ്പനി കയറി പോകത്തൊന്നുമില്ല. സ്റ്റോക്കുകൾ കയറി പോയി കഴിഞ്ഞിട്ട് നോർമൽ കേസിൽ ഒന്ന് താഴെ പോകും. ചിലപ്പോൾ അവിടെ നിന്ന് കൺസോളിഡേറ്റ് ചെയ്യും. കൺസോളിഡേഷൻ കഴിഞ്ഞിട്ടാകാൻ കയറി പോകുന്നത്. ആ കൺസോളിഡേഷൻ അനാലിസിസ് ആണ് നിങ്ങൾ ടെക്നിക്കൽ സൈഡിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ആ അനാലിസിസിൽ നിങ്ങൾ കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ദാറ്റ് വിൽ ഗിവ് യു ഫാന്റാസ്റ്റിക് റിട്ടേൺ. ബേസിക്കലി നമ്മൾ അതിനെ പറയുന്ന പേര് ഇൻഫ്ലക്ഷൻ പോയിന്റ് എന്ന് പറയുന്നത്. ഇൻഫ്ലക്ഷൻ പോയിന്റ് എന്ന് വെച്ചാൽ എക്സലന്റ് വാല്യുവേഷൻ കിടക്കുന്ന കമ്പനി, എക്സെപ്ഷണൽ വിസിബിലിറ്റി, ഹ്യൂജ് ഓർഡർ കയ്യിലുണ്ട്, അതിനോടൊപ്പം തന്നെ മാനേജ്മെന്റ് ഗൈഡൻസും കൂടെ സപ്പോർട്ടീവ് ആണെങ്കിൽ കമ്പനി ഒരൊറ്റ കയറ്റം കയറും. അത് നോർമലി കമ്പനിക്ക് 3 months കൊണ്ട് 4 months കൊണ്ട് 6 months കൊണ്ടൊക്കെ പല കേസിലും 2 years 3 years ഒക്കെ കയറിപ്പോലുള്ള സാധ്യതകൾ എപ്പോഴും ഉണ്ട് കമ്പനികളെ സംബന്ധിച്ച്. ഇങ്ങനത്തെ കമ്പനിയാണ് നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനത്തെ കമ്പനി കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ചെറിയ ഫോമാറ്റ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അകത്ത് ഞാൻ ഓൾറെഡി വർക്ക് ചെയ്ത സ്റ്റോക്കുകൾ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. സ്റ്റോക്കുകൾ കാണിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് സ്റ്റോക്കുകൾ ഡിലീറ്റ് ചെയ്ത് ഞാൻ ഫോമാറ്റ് നിങ്ങളെ കാണിക്കാം. നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ട സംഗതി നക്ഷൽ അനാലിസിസ് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ലെഫ്റ്റ് സൈഡിൽ സ്റ്റോക്കിൻ്റെ പേരുണ്ട്. ഞാൻ സ്റ്റോക്കിൻ്റെ പേര് തൽക്കാലം ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ Q2 റിസൾട്ടിൽ നല്ല റിസൾട്ട് എന്ന സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽ ആണ് ഓൾറെഡി കൊടുത്തിരിക്കുന്നത്. 58 സ്റ്റോക്കോളം സൂപ്പർ റിസൾട്ട് വന്നിട്ടുണ്ട്. സോ ഞാൻ ചെയ്യുന്നതാണെന്ന് വെച്ചാൽ ഞാൻ സീരിയൽ നമ്പർ സ്റ്റോക്ക് ഇത് റവന്യൂവിൽ ഗ്രോത്ത് ഉണ്ടോ, വൈയും ക്വാർട്ടറും, OPM ഗ്രോത്ത് ഉണ്ടോ, OPM എക്സ്പാൻഷൻ ഉണ്ടോ, EBITDA ഗ്രോത്ത് ഉണ്ടോ, നെറ്റ് പ്രോഫിറ്റ് ഇത് ക്വാർട്ടർലി ഗ്രോത്ത് ഉണ്ടോ, നെറ്റ് പ്രോഫിറ്റ് ട്രെയിനിങ് ടോൾമെൻറ്റ്സ് നെറ്റ് പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ടോ, വിസിബിലിറ്റി, ഇത്തരം കാര്യങ്ങളാണ് ഞാൻ സാറിന് ഇതിൻ്റെ അകത്ത് മാർക്ക് ചെയ്യുന്നത്. സോ ഗ്രീൻ എന്ന് വെച്ചാൽ ബെറ്ററായി, യെല്ലോ എന്ന് വെച്ചാൽ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല, റെഡ് ഡിറ്റീരിയേറ്റ് ചെയ്തു, ബ്ലാങ്ക് എന്ന് വെച്ചാൽ ഡോക്യുമെൻറ്റ്സ് അവൈലബിൾ അല്ല. ഇതിൻ്റെ അകത്ത് നിങ്ങൾ നോക്കാൻ നേരത്ത് ഇത് കംപ്ലീറ്റ് ഇത് ടോട്ടൽ ഗ്രീൻ ആയിട്ടുള്ള എത്ര സ്റ്റോക്കുകളുണ്ടെന്ന് നോക്കാം. അങ്ങനത്തെ സ്റ്റോക്കിലാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അതിൻ്റെ അകത്ത് തന്നെ മാനേജ്മെൻറ്റ് ഗൈഡൻസും വിസിബിലിറ്റിയും അതുപോലെ തന്നെ വാല്യുവേഷനും ഒരേപോലെ സിങ്ക്രണൈസ് ചെയ്തപ്പോൾ സ്റ്റോക്കുകൾ നമ്മൾ സാറിന് അബ്സല്യൂട്ട് എന്നാണ് കൊടുക്കുന്നത്. ഈ അബ്സല്യൂട്ട് ആയുള്ള സ്റ്റോക്ക് വേണം നിങ്ങളുടെ കംപ്ലീറ്റ് ഫോക്കസ് ഒരു ക്വാർട്ടർ കൊടുക്കാനായിട്ട്. സോ അബ്സല്യൂട്ട് നമുക്കിവിടെ ഒരു സ്റ്റോക്ക് കിട്ടി, 2 കിട്ടി, 3 കിട്ടി, 4 കിട്ടി. ഈ 4 മാനേജ്മെൻറ്റ് ഗൈഡൻസും അതുപോലെ തന്നെ വിസിബിലിറ്റിയും അതുപോലെ തന്നെ വാല്യുവേഷനും സിങ്ക്രണൈസ്ഡ് ആണ്. ഇങ്ങനത്തെ സ്റ്റോക്കുകളിലാണ് ഏറ്റവും കൂടുതൽ ബൈ വരാനുള്ള സാധ്യതകളും. ഇങ്ങനത്തെ സ്റ്റോക്കുകളാണ് നമ്മൾ എക്സ്പാൻഷൻ കഴിഞ്ഞിട്ട് സ്റ്റോക്ക് ഒരു കോൺട്രാക്ഷൻ പോകും, മേ ബി കൺസോളിഡേഷൻ പോകുമ്പം ആ കൺസോളിഡേഷൻ അനാലിസിസ് നടത്തിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യാനായിട്ട്. സോ ഇങ്ങനെ വേണം നിങ്ങൾ ഒരു സാധനം വർക്ക് ചെയ്യാനായിട്ട്. ഇങ്ങനെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ പെട്ടുപോകാനുള്ള സാധ്യത അറ്റ്ലീസ്റ്റ് 80-85% എങ്കിലും കുറഞ്ഞു നിൽക്കും നോർമൽ കേസിൽ. പിന്നെ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ കൊറോണ കണക്കെന്ന് എന്തെങ്കിലും വന്നു, അല്ലെങ്കിൽ വേൾഡിൽ വലിയൊരു വാറൊക്കെ വന്നാൽ അതൊന്നും നമ്മുടെ കയ്യിലുള്ള സംഗതികളില്ല. നമ്മുടെ കൺട്രോളബിൾ ഫിഗേഴ്സിൽ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. സോ
ഈ കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. സ്റ്റോക്ക്, റവന്യൂ, OPM എക്സ്പാൻഷൻ, എബിറ്റ, നെറ്റ് പ്രോഫിറ്റ്, ട്രെയിലിംഗ് 12 months, നെറ്റ് പ്രോഫിറ്റ്, വിസിബിലിറ്റി. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് 10th നവംബർ നൈറ്റ് 9 മണിയുടെ നമ്മുടെ സെഷനിൽ നമുക്ക് വീണ്ടും ഡിസ്കസ് ചെയ്യാം. വീണ്ടും ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് എങ്ങനെ ഫൈൻ ട്യൂൺ ചെയ്യാമെന്നതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. തൽക്കാലം ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഒരു ഷീറ്റ് നിങ്ങളെ കാണിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോക്സ് ഞാൻ തൽക്കാലം സ്റ്റോക്കിൽ ഡിലീറ്റ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആബ്സലൂട്ടായിട്ട് സിങ്ക്രണൈസ്ഡ് വരുന്ന സാധനത്തിൽ വേണം നിങ്ങൾ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യാനായിട്ട്. മേ ബി 2 മാസം 3 മാസം സാധാരണ കേസിൽ ഇങ്ങനത്തെ ഈ ദിസ് ആബ്സലൂട്ടായിട്ട് വരുന്ന കേസിലൊക്കെ തന്നെ 95% കേസസിലും 95% പ്ലസ് കേസസിലും ഇത് സാറിന് ഓവർ എ പീരീഡ് ഓഫ് 3 to 6 months മോർ ദാൻ 50%, 70%, 80%, മോർ ദാൻ 100% ഒരു റിട്ടേൺ കൊടുത്തിട്ടുള്ളതാണ് എൻ്റെ ഒരു പ്രീവിയസ് എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഇതേ ഫോമാറ്റ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ, അതിൽ കൂടുതൽ മാനേജ്മെന്റ് കമ്മിറ്റി കൂടെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൻ്റെ ഒരു കംപ്ലീറ്റ് ടേൺ അറൗണ്ട് ആയിരിക്കും അത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ മാർക്കറ്റിൽ നഷ്ടം ഉണ്ടാക്കുന്ന വ്യക്തിയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ സ്റ്റോക്ക് സെലക്ഷൻ ആണ് നിങ്ങൾ ഫസ്റ്റ് കറക്റ്റ് ചെയ്യേണ്ട കാര്യം. ആ കറക്ഷനാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ താങ്കളോട് പറയുന്ന ക്രിട്ടിക്കലായിട്ട് ഫാക്ടർ. താങ്കൾ സീരിയസ് ആയിട്ട് എടുക്കാൻ സാധിച്ചാൽ വെൽ ആൻഡ് ഗുഡ്. താങ്കളുടെ ട്രേഡിംഗ് ലൈഫിൽ വലിയൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ശരിക്കും. സോ ഞാൻ ആദ്യം മുതൽ പറയുന്നു, റവന്യൂ ഗ്രോത്ത്, YOY ക്വാർട്ടർ, OPM എക്സ്പാൻഷൻ, ഏർണിങ്സ് പെർ ഷെയർ, ട്രെയിലിംഗ് 12 monthsലെ നെറ്റ് പ്രോഫിറ്റിലുള്ള ഗ്രോത്ത്, ഇതിനോടൊപ്പം തന്നെ ബാലൻസ് ഷീറ്റ് മാനേജ്മെന്റ്, അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഇൻവെസ്റ്റർ പ്രസൻഷൻ പോയാലും വിസിബിലിറ്റി, ദാറ്റ് മീൻസ് കമ്പനിക്ക് നെക്സ്റ്റ് 6 months, നെക്സ്റ്റ് 1 yearൽ എന്തുമാത്രം ഓർഡർ കയ്യിലുണ്ട്, എന്തുമാത്രം എക്സിക്യൂഷൻ പ്ലാൻ ഉണ്ട്. നിങ്ങളെ മാനേജ്മെന്റ് കമന്ററി, അത് നോർമൽ കേസിൽ മാനേജ്മെന്റ് ഇൻവൈറ്റ് ചെയ്യും. നമ്മൾ NSE പോയാൽ ഓരോ കമ്പനിയുടെയും സൈറ്റിൽ പോയാൽ അതിനകത്ത് നമുക്ക് മാനേജ്മെന്റ് കമ്മിറ്റി നമുക്ക് എടുക്കാൻ സാധിക്കും. എല്ലാ കമ്പനിയും കമന്ററിയില്ല, പക്ഷെ കമന്ററിയുള്ള കമ്പനികളിലൊക്കെ നമുക്ക് എടുക്കാൻ സാധിക്കും. ആ കമന്ററിയുടെ പുറത്ത് കമന്റ് കംപ്ലീറ്റ് ഒന്നിലെ വായിച്ചു നോക്കണം, ട്രാൻസ്ക്രിപ്ഷൻ കാണും, അല്ലെങ്കിൽ നമുക്ക് റെക്കോർഡിംഗ് ആയിരിക്കും, റെക്കോർഡിംഗ് കേട്ട് നോക്കണം. കേട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മാനേജ്മെന്റ് ഗൈഡൻസ് എന്താണ് നെക്സ്റ്റ് 6 monthsലേക്ക്, നെക്സ്റ്റ് 1 yearലേക്കുള്ള ഗൈഡൻസ് എന്താണ്. ഈ ഗൈഡൻസ് എന്ന് പറയുന്നത് കമ്പനിയുടെ വാല്യൂഷനുമായിട്ട് സാധൂകരിക്കുന്നതാണെങ്കിൽ, ജസ്റ്റിഫൈഡ് ആണെങ്കിൽ, ദാറ്റ് ഈസ് ബെസ്റ്റ് കമ്പനി ടു ഇൻവെസ്റ്റ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണം. അതിൻ്റെ ഒരു തുടക്കമായിട്ട് ഈ വീഡിയോ എന്നുള്ള ഒരു പ്രതീക്ഷയോടു കൂടിയാണ് ഞാൻ വീഡിയോ താങ്കളോട് തീർച്ചയായും പറഞ്ഞത്. സോ നഷ്ടങ്ങളുടെ ഒരു കാലത്ത് നിന്ന് മാറി നേട്ടങ്ങളുടെ കാലത്തിലേക്ക് പോകാനായിട്ട് ഒരു ഫസ്റ്റ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ് ഇതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഞാൻ വീണ്ടും പറയുന്നു, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ 10th തീയതി രാത്രിയുള്ള നമുക്ക് ഓൺലൈൻ ഡിസ്കഷൻ താങ്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പങ്കെടുക്കാം. എനിക്ക് prosip23@gmail.com മെയിൽ അയച്ചാൽ എന്നെ കൊണ്ട് ചെയ്യുന്ന രീതിയിലുള്ള സപ്പോർട്ട് തീർച്ചയായും ഞാൻ ചെയ്തതിൻ്റെ കാര്യത്തിൽ ഒരു സംശയം വേണ്ട.